സംഗമം എന്തിനാണ് ഇത്ര വിവാദമാക്കുന്നത് എന്നൊരു ചോദ്യം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ട്. ഒപ്പം സുപ്രീം കോടതി വ്യക്തമാക്കുന്ന ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള നിയന്ത്രണങ്ങൾ, നിർദ്ദേശങ്ങൾ അവ കൃത്യമായി പാലിച്ചുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം നടത്താമെന്നാണ്. ബാലഗോപാൽ, തുടരും. ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ട് 3 ഹർജികളാണ് സുപ്രീം കോടതിയിൽ ഇന്ന് പരിഗണനയ്ക്കായി വന്നിരുന്നത്. ഈ 3 ഹർജികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ ശക്തമായി തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിനെ കോടതിയിൽ എതിർക്കുകയാണ് ഉണ്ടായിരുന്നത്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഹർജിക്കാർ കോടതിയിൽ പറഞ്ഞിരുന്നത്. ഒന്ന്, പരിസ്ഥിതി ലോല മേഖലയായ ഈ പമ്പ തീരത്ത് ഈ സംഗമം നടക്കുന്നു, അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു, അത് പരിസ്ഥിതിക്ക് കോട്ടം വരുന്ന കാര്യമാണ്. 2019 സമാനമായ തരത്തിലൊരു യോഗം അവിടെ നടക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ, ഇതുപോലൊരു ചടങ്ങ് അവിടെ നടക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നപ്പോൾ അന്ന് സംസ്ഥാന സർക്കാർ തന്നെ അതിനെ ശക്തമായി എതിർത്തിരുന്നു എന്നായിരുന്നു ചൂണ്ടിക്കാണിച്ചത്. രണ്ടാമതായി ഇവർ പറഞ്ഞിരുന്നത് ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഒരു പരിപാടിയല്ല, കാരണം ബോർഡിന്റെ ഒരു യോഗത്തിൽ, ബോർഡിന്റെ ഫുൾ ബോർഡ് യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉണ്ടായിരുന്നില്ല, മറിച്ച് ഒരു അവലോകന യോഗത്തിൽ മാത്രമാണ് ഇത് സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടായിരുന്നതെന്നാണ് പറഞ്ഞിരുന്നത്. ആ സാഹചര്യത്തിൽ ഇത് സംസ്ഥാന സർക്കാരാണ് നടത്തുന്നതെന്നായിരുന്നു ഇവർ ചൂണ്ടിക്കാണിച്ചത്. മൂന്നാമതായി ഇവർ ചൂണ്ടിക്കാണിച്ചിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഭക്തരെ അവിടെ തടയുന്നു, ഭക്തർക്ക് അങ്ങോട്ടുള്ള പ്രവേശനം നിഷേധിക്കുന്നു തുടങ്ങിയ വാദങ്ങളൊക്കെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് സുപ്രീം കോടതി പറഞ്ഞത് ഇത് ഒരു ദിവസത്തെ സംഗമമാണ്, എന്തിന് ഇത്രയധികം ഈ എതിർപ്പ് നടത്തേണ്ട ഒരു കാര്യമെന്നാണ് കോടതി ചോദിച്ചത്. അതിനു പുറമെ നിയമപരമായി ഇതിൽ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ ഈ കേസ് നിലനിൽക്കുന്നുണ്ട്. ഹൈക്കോടതി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഒരു ഇടക്കാല ഉത്തരവ് മാത്രമാണ്. ദേവസ്വം ബോർഡിന് ഇങ്ങനെ ഒരു ചടങ്ങ് നടത്താൻ വേണ്ടി കഴിയുമോ ഇല്ലയോ എന്നതൊക്കെയുള്ള കാര്യങ്ങൾ ഹൈക്കോടതിക്ക് പരിശോധിക്കാവുന്നതാണ് എന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് തന്നെ തങ്ങൾ ഈ ഘട്ടത്തിൽ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നും, എന്നാൽ ഹൈക്കോടതി നിർദ്ദേശിച്ച നിബന്ധനകൾ, നിയന്ത്രണങ്ങൾ ശക്തമായി പാലിച്ചുകൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തേണ്ടതെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ എന്തൊക്കെയായിരുന്നു ഹർജിക്കാർ പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ച കാര്യങ്ങൾ? ഇപ്പോൾ ഈ വെർച്വൽ ക്യൂ ബുക്കിങ്ങിലെ തടസ്സങ്ങളടക്കം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്, പമ്പയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പം അയ്യപ്പ സംഗമം എന്ന പേരിൽ നടത്തുന്നത് അത് ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയാണ്, ഇതൊരു ആത്മീയ സംഗമമല്ല എന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ പലപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഹർജിക്കാർ ഇതിൽ ഉന്നയിച്ച വിഷയങ്ങൾ? ദിവിഷ, ഇന്ന് ഹർജിക്കാർക്ക് വേണ്ടി ആദ്യം വാദം ആരംഭിച്ചത് സീനിയർ അഭിഭാഷകനായ PB കൃഷ്ണനാണ്. അദ്ദേഹം പറഞ്ഞത് പമ്പ ഒരു പരിസ്ഥിതി ലോല മേഖലയാണ്, അവിടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു, ആ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് കേരള ഹൈക്കോടതിയുടെ മുന്നൊരു ഉത്തരവിന്റെ ലംഘനമാണ് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. തുടർന്ന് R കൃഷ്ണരാജ് എന്ന് പറഞ്ഞ അഭിഭാഷകന്റെ വാദമായിരുന്നു നടന്നിരുന്നത്. അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഫുൾ ബോർഡ് മീറ്റിംഗ് ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുത്തിട്ടില്ല, ഇതൊരു അവലോകന യോഗത്തിലെടുത്തിരുന്ന തീരുമാനമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇത്തരമൊരു പരിപാടി നടത്താൻ വേണ്ടി കഴിയില്ല, ഇതിന് പിന്നിൽ രാഷ്ട്രീയമാണ് എന്നതാണ്. അജീഷ് ഗോപി കളത്തിങ്കൽ എന്ന മൂന്നാമത്തെ അഭിഭാഷകൻ ഈ കേസിൽ, അദ്ദേഹം ഹർജിക്കാരനാണ്. അദ്ദേഹത്തിന്റെ വാദവും കേന്ദ്രീകരിച്ചിരുന്നത് ഇത്തരമൊരു പരിപാടി നടത്തുന്നതിന് ഉള്ള അധികാരമില്ല, അതായിരുന്നു അദ്ദേഹം പ്രധാനമായും ചോദ്യം ചെയ്യുന്നത്. ഇത്തരമൊക്കെ ഉള്ള ഈ കാര്യങ്ങളായിരുന്നു ഈ ഹർജിക്കാർ കോടതിയിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ജസ്റ്റിസ് PS നരസിംഹ ആദ്യം മുതൽ തന്നെ ഈ കേസിന്റെ വാദം കേൾക്കൽ തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം ഇതിൽ ഇടപെടാൻ വേണ്ടി കഴിയില്ല എന്ന ഒരു നിലപാടായിരുന്നു സ്വീകരിച്ചത്. കാരണം ഹൈക്കോടതിയുടെ ഒരു ഇടക്കാല ഉത്തരവാണ്. ഹൈക്കോടതി ഈ പരിപാടി നടത്തുന്നതിന്, ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്, അത് പാലിച്ചുകൊണ്ട് നടപ്പാക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. അതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ V ഗിരി ഈ ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കും സംസ്ഥാന സർക്കാരും തങ്ങളുമൊക്കെ ഈ പരിപാടി നടത്തുന്നതെന്ന് കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അടിയന്തരമായി ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം സുപ്രീം കോടതി ഇന്ന് തള്ളുകയും ഈ ആഗോള അയ്യപ്പ സംഗമവുമായി മുന്നോട്ട് പോകാൻ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അനുമതി നൽകുകയും ചെയ്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളാണ് B ബാലഗോപാൽ ഡൽഹിയിൽ നിന്ന് നൽകുന്നത്. ആഗോള അയ്യപ്പ സംഗമം നടത്താൻ അതിനെതിരെ സമർപ്പിച്ച ഹർജികൾ സുപ്രീം കോടതി തള്ളുകയാണ്. ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ആഗോള അയ്യപ്പ സംഗമം നടത്താം. ഒരു ദിവസത്തെ സംഗമം എന്തിനാണ് ഇത്ര വിവാദമാക്കുന്നത് എന്ന ചോദ്യമാണ് സുപ്രീം കോടതിയിൽ നിന്നുള്ളത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളതാണ്, അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കുന്നത്. എന്തായാലും അടുത്ത 2 ദിവസത്തിനകം 20-ാം തീയതി ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ നടക്കാൻ പോവുകയാണ്. അതിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളൊക്കെ പമ്പയിൽ പുരോഗമിക്കുകയാണ്.
ശബരിമല ക്ഷേത്രനട കന്നിമാസ പൂജകൾക്കായി ഇന്ന് തുറക്കുന്നു. അടുത്ത 4-5 ദിവസം ശക്തമായ തിരക്ക് ശബരിമലയിൽ ഉണ്ടാകേണ്ടതാണ്. ഈ 19-20 ദിവസങ്ങളിലും